അങ്ങനെ ഞങ്ങൾ വളകാപ്പ് എന്നൊക്കെ എഴുതി സെറ്റാക്കി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്വീറ്റ്സൊക്കെ വെച്ചിട്ട്. ഇന്നാണ് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ അമ്മയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് ഇവർ രണ്ടുപേരും വെച്ചൊന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അമ്മ ഇരുത്തി, പിന്നെ അച്ഛനെയും കൊണ്ട് വന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീറ്റ്സൊക്കെ കൊടുത്ത് വളക്കടലായിരുന്നു കേട്ടോ ചടങ്ങ്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം അച്ഛനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വള ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സ്വീറ്റ്സും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നവീനൊക്കെ അവരുടെ അടുത്ത് ചെന്നിരുന്നിട്ട് പായസം എന്തോട്ട് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മമ്മയായിരുന്നു കേട്ടോ. ഈ വള ഇടുമ്പോൾ അമ്മയ്ക്ക് പേടിയാണ് കേട്ടോ, ഈ പൊട്ടെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പകുതി വയ്ക്കും, ബാക്കി അമ്മ തന്നെ ഇട്ടിടുന്നത്. പിന്നെ അച്ചച്ചൻ വന്നു. ഇങ്ങനെ അച്ചച്ചൻ വളമൊക്കെ ഇട്ടെടുക്കാൻ കേട്ടോ. പിന്നെ അങ്ങനെ എൻ്റെ ചേച്ചിയായിട്ടോ. അപ്പോൾ അവളങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അടുത്തത് ഞാനാണ് ചെല്ലേണ്ടത്. അങ്ങനെ എൻ്റെ ഊഴായിട്ടോ. ഞാനങ്ങനെ നമ്മുടെ മുഖത്ത് തേച്ച് കൊടുത്തതിൻ്റെ ശേഷം വള ഇടാൻ കേട്ടോ. അങ്ങനെ ഞാനൊരു വള ഇടുന്നതിൻ്റെ ഇടയിൽ ഒരു വള ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള ആളാണ് കേട്ടോ. എൻ്റെ കുട്ടൻ പാപ്പൻ എന്ന് പറയും കേട്ടോ. പാപ്പൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവരാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കുട്ടൻ പാപ്പൻ്റെ ചാൻസായി. അപ്പോൾ കുട്ടൻ പാപ്പനും എന്നെ തേച്ച് കൊടുത്തതിൻ്റെ ശേഷം വള ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ ആദ്യത്തെ മേമ, അതായത് അമ്മയുടെ ആദ്യത്തെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ ചാൻസാണേ. അപ്പോൾ അനിയത്തി അങ്ങനെ വള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ തേക്കാൻ വന്ന അനിയത്തിയുടെ ഭർത്താവാണ് കേട്ടോ ഇത്. അപ്പോൾ അവരങ്ങനെ വളമൊക്കെ ഇട്ടെടുത്തതിൻ്റെ ശേഷം അടുത്തതായിട്ട് വരുന്നത് എൻ്റെ പാപ്പനാണല്ലോ. പാപ്പനല്ല, മേമയാണ് കേട്ടോ. അങ്ങനെ മേമ വന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മുഖത്ത് തേച്ച് കൊടുത്തതിന് ശേഷം വള ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഈ ഒരു വളകാപ്പ് തുടങ്ങിയതിന് മുതൽ അതിൻ്റെ അവസാനം വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ പാപ്പൻ്റെ ഇപ്പം വന്ന മേമയുടെ ഭർത്താവാണ് കേട്ടോ ഇത്. പാപ്പ അവസരം മുതലെടുക്കാൻ കേട്ടോ.
പിന്നെ വരുന്നത് എൻ്റെ അമ്മയുടെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ മോളും കൂടിയാണ് കേട്ടോ അമ്മയ്ക്ക് മുഖത്ത് തേച്ച് കൊടുക്കുന്നതും കയ്യിൽ വളട്ട് കൊടുക്കുന്നതും. പിന്നെ ഇപ്പോൾ വന്ന മേമയുടെ ഭർത്താവാണ് കേട്ടോ. എൻ്റെ പാപ്പനാണ്. പാപ്പന് അവസരം മുതലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അനിയനാണ് കേട്ടോ. അനിയൻ്റെ ചാൻസ് ആയപ്പോൾ അവൻ വന്നിട്ട് അവനും അവസരം മുതലെടുത്തു കേട്ടോ. പിന്നെ അവൻ്റെ അനിയത്തിയാണ് കേട്ടോ വന്നത്. അവൾ പിന്നെ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ തേച്ച് കൊടുത്തത് മുഖത്ത്. പിന്നെ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് അവളും പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ മേമയുടെ മോനാണ് കേട്ടോ മൂത്ത മോന്. പിന്നെ അടുത്തത് ആ മേമയുടെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടാണ് കേട്ടോ. അപ്പോൾ അവളങ്ങനെ തേച്ച് കൊടുത്തു, വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൾക്ക് ശരിക്കും പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ പോയത്, അല്ലെങ്കിൽ അവൾ പോകത്തില്ല. പിന്നെ ഈ മേമയുടെ ലാസ്റ്റ് മോന്, അതായത് മേമയുടെ മൂന്നാമത്തെ മോനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ